ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഗ്ലോബൽ വില്ലേജിലേക്കായാലോ യാത്ര. അപ്പോൾ ഞങ്ങളുടെ പാർക്കിങ് കുറച്ച് അകലെ കിട്ടിയേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്ലോബൽ വില്ലേജിലേക്ക് ഒരു റിക്ഷയിലാണ് കേട്ടോ പോയത്. നല്ല ഹാപ്പി ആയിട്ടോ. തക്കുവിൻ്റെ ഒക്കെ ചിരി കണ്ടാലുണ്ടല്ലോ, പറയണ്ടല്ലോ. നല്ല ഭംഗിയുള്ളൊരു റിക്ഷയായിരുന്നു കേട്ടോ. അങ്ങനെ അവിടേക്ക് കയറി ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് അങ്ങനെ നടക്കാൻ തുടങ്ങി. സൈഡിലായിട്ട് ഓരോ സ്റ്റോളുകളുണ്ട് ഫുഡിൻ്റെ. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു കൊതിയൊക്കെ ആവും. പക്ഷേ എല്ലാതൊന്നും നമുക്ക് കഴിക്കാനും പറ്റില്ല കേട്ടോ. എല്ലാതും നമുക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റൊന്നും ആവണമെന്നില്ലല്ലോ. എല്ലാ രാജ്യത്തു നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാരെല്ലാം ആയ കാരണം അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫുഡ്. ഇത് നല്ല രസമുള്ളൊരു ഐറ്റമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങളങ്ങനെ കഴിച്ച് നടന്നു. ആദ്യം തന്നെ നമ്മൾ സിറിയയിലേക്ക് അങ്ങോട്ട് കയറി. അവിടെ തന്നെ നമ്മുടെ ഒരു ചേട്ടൻ ഇങ്ങനെ ജ്യൂസ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു ടോണിക്ക് ടേസ്റ്റുള്ള സാധനം സാമ്പിളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതൊക്കെ വാങ്ങിച്ച് കുടിച്ച് ഇങ്ങനെ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടന്നു. നിറയെ ഫ്രൂട്ട്സ്, ജ്യൂസ് കടകൾ, ഡ്രസ്സ്, ചെരുപ്പ്, ഇതൊക്കെ തന്നെ. അങ്ങനെ എക്സ്പോ സിറ്റിയിലേക്ക് കയറി. പിന്നെ തക്കൂട്ടന് നമ്മളൊരു കത്തി വാങ്ങിച്ചു. നല്ല ഇഷ്ടമായി. ടോയ്സ് ഷോപ്പൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ഭംഗിയുള്ള ഷോപ്പൊക്കെ തന്നെ. പക്ഷേ നമ്മളങ്ങനെ വാങ്ങിച്ചൊന്നുമില്ല. എന്നാൽ എല്ലാത്തിൻ്റെയും ഭംഗിയൊക്കെ കണ്ട് നടന്നു മാത്രം. പിന്നെ ഞങ്ങൾ തായ്ലൻഡിൽ കയറി, ആഫ്രിക്കയിൽ കയറി, ഈജിപ്തിൽ കയറി. ഇതിലൊക്കെ തന്നെ കയറിയുള്ളൂ കേട്ടോ. പിന്നെ ഇങ്ങനെ കളിക്കാനുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. കുട്ടികൾ അതിലൊക്കെ എൻജോയ് ചെയ്തു. പിന്നെ എല്ലാ പവലിയൻസിലും കയറാൻ പറ്റിയില്ല. ആകെ കുറച്ച് പവലിയൻസിൽ മാത്രമേ കയറിയുള്ളൂ. 2 ദിവസമൊക്കെ വേണം ശരിക്കും ഗ്ലോബൽ വില്ലേജ് മൊത്തമായിട്ട് കാണണമെങ്കിൽ. പിന്നെ കുട്ടികൾക്ക് ക്ഷീണിക്കും, കാല് കഴിക്കും. അപ്പോൾ പിന്നെ നമുക്ക് എല്ലായിടത്തേക്കും അങ്ങോട്ട് എല്ലാതും റൗണ്ട് ചെയ്ത് കയറാനൊന്നും പറ്റില്ല. അപ്പോൾ ആഫ്രിക്ക എൻ്റെ മെയിൻ ഒരു സ്ഥലമാട്ടോ. അവിടെ പോയിട്ട് ഷിയ ബട്ടർ വാങ്ങിക്കലാണ് മെയിൻ കാര്യം. അപ്പോൾ നല്ല ഒറിജിനൽ ഷിയ ബട്ടർ നമ്മുടെ ആഫ്രിക്കൻ പവലിയൻസിലുണ്ടാവും. അപ്പം നമ്മുടെ ഒരു ചേച്ചി എൻ്റെ കൈ പിടിച്ച് അത് മറ്റേ ഓരോന്നൊക്കെ ചെയ്യാൻ തുടങ്ങി. അവിടുത്തെ ഇതൊന്നും നമ്മൾ വാങ്ങിച്ചില്ല കേട്ടോ. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നന്നായി നല്ല ഗ്ലോ വന്ന പോലെയൊക്കെ തോന്നും. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പോവുകയും ചെയ്യും. ഇതൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചേച്ചിയുടെ തന്നെ ഷിയ ബട്ടർ ടർമറിക്കിൻ്റെയും വാങ്ങിച്ചു, ഒറിജിനൽ ഷിയ ബട്ടറും വാങ്ങിച്ചു. അപ്പോൾ കുറച്ചധികം വാങ്ങിക്കും. അമ്മയ്ക്കും എല്ലാവർക്കും വേണം ഷിയ ബട്ടറൊക്കെ. അപ്പോൾ നമ്മളത് കുറച്ചധികമായിട്ട് വാങ്ങിക്കും. നല്ലൊരു ഇതാട്ടോ. കുട്ടികൾക്ക് മേത്ത് അപ്ലൈ ചെയ്യാനും ഹെയറിൽ അപ്ലൈ ചെയ്യാനും ഷിയ ബട്ടർ സൂപ്പറാണ്. പക്ഷെ മണമാണ് സഹിക്കാൻ പറ്റാത്തത്. പൊട്ട സ്മെല്ലാണ്. അപ്പോൾ ഇനി അടുത്തത് എല്ലാവരുടെയും വയറ് ചെറുതായി അങ്ങോട്ട് കരിഞ്ഞു തുടങ്ങി. അപ്പം നമ്മൾ ഭക്ഷണം അന്വേഷിച്ചുള്ള പോക്കായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ ഇഷ്ടമാതിരി ഐറ്റംസ് ഉണ്ട്. പക്ഷേ നമുക്ക് എല്ലാതും ഇഷ്ടമാവുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ എനിക്കൊരു ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഫ്ലോട്ടിങ് മാർക്കറ്റിൽ വന്ന് ആദ്യം തന്നെ മാംഗോ സ്റ്റിക്കി റൈസ് അങ്ങോട്ട് ടേസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. ഫസ്റ്റ് സ്റ്റോൾ തന്നെ അതിൻ്റെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നിന്ന് സ്റ്റിക്കി റൈസൊക്കെ വാങ്ങിച്ച് ഓർഡർ ചെയ്ത് കുറച്ച് നേരം പിടിച്ചു കേട്ടോ മാംഗോ സ്റ്റിക്കി റൈസ് കിട്ടാൻ. അപ്പോഴേക്കും നമ്മുടെ ഫയർ വർക്ക്സ് തുടങ്ങി. എന്ത് ഭംഗിയല്ലേ. നമ്മുടെ നാട്ടിലത്തൊന്നും അത്രയ്ക്കില്ലെങ്കിലും ഇവിടെ നിന്നുള്ള വ്യൂ ഒരു അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോഴേക്കും മാംഗോ സ്റ്റിക്കി റൈസ് വന്നു. വിചാരിച്ച അത്ര ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ക്രീം ടേസ്റ്റായിരുന്നു അതിന്. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. മനസ്സിൽ വിചാരിച്ചൊരു ടേസ്റ്റൊന്നല്ല ആയിരുന്നത്. ഈ ഒരു ഭംഗിയുള്ളൊരു സ്ഥലം കാണാൻ നല്ല രസമായിട്ട് ഫ്ലോട്ടിങ് മാർക്കറ്റ്. അങ്ങനെ ഈജിപ്തിൽ കയറി. ഈജിപ്തായിരുന്നു കാണാൻ ഏറ്റവും ഭംഗി. അതിൻ്റെ ഉള്ളിൽ കാണാൻ ഏറ്റവും രസം അതിൻ്റെ ഉള്ളായിരുന്നു. നിറയെ ഇങ്ങനെ നമ്മൾ ഹാങ്സ് ഉണ്ടല്ലോ, വോൾ ഹാങ്സ് ഇഷ്ടംമാതിരിയാണ്. അതും പലതരം ഡിസൈനിൽ. അത് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് നടന്ന്. അപ്പോഴാണ് നമ്മുടെ ഇതിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ടൊക്കെ ചേട്ടനൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ ചേട്ടനെ കണ്ടു. അങ്ങനെ അവിടെ നിന്ന് പോന്നു. ഇത്രയൊക്കെ തന്നെയുള്ളൂ വിശേഷങ്ങൾ.
അങ്ങനെ നടന്ന് 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 നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ ഇന്ത്യയിൽ കയറിട്ടോ, അത് പറയാൻ മറന്നു. ഇന്ത്യയിലും കയറി. അവിടെയും നമ്മൾ കുറച്ച് നേരം നല്ല ഹാപ്പി ആയിട്ട് നടന്നു. ഡ്രസ്സും ചെരുപ്പും എല്ലാ ഷോപ്പിലും ഇതൊക്കെ തന്നെ. എന്നാലും അതൊരു ഉത്സവത്തിൻ്റെ ഒരു പ്രതീതിയാന്ന് മാത്രം. തിക്കും തിരക്കും കുറേ ആൾക്കാരും ഒക്കെ ആയിട്ട്. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.